ഹായ്, ഞാൻ മനു, ബിസിനസ് മാനേജർ HSAB ബിസിനസ് സൊല്യൂഷൻസ്. ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരത്തുള്ള പ്രീമിയം കാറിന്റെ സർവീസ് സെന്റർ ആയിട്ടുള്ള RVS മോട്ടോ ഹബിലാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അതിന്റെ MD ആയിട്ടുള്ള മിസ്റ്റർ രതീഷാണ്. ഹലോ സർ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഒരു 1 year ബാക്ക് ആണ് നമ്മൾ ഒരു ഫസ്റ്റ് കോൺവെർസേഷൻ നമുക്ക് ഉണ്ടായിരുന്നത് അല്ലെ? അന്ന് ഒരു കൺസൾട്ടിങ്ങിന്റെ അപ്രോച്ചിലാണ് സാർ നമ്മളെ കണക്ട് ചെയ്തത്. അന്ന് നമ്മൾ സാറായിട്ട് സംസാരിച്ചു. സാറിന് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. സാറിന് ഒരു മുമ്പോട്ടൊരു വേ ഫോർവേഡ് സാറിന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു സാർ ഉണ്ടായിരുന്നത്. അന്ന് അങ്ങനെയാണ് നമ്മൾ അത് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു സാർ ആ ഒരു എക്സ്പീരിയൻസ്? നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ പേരിന് വേണ്ടി നമ്മൾ അസോസിയേറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി അപ്രോച്ച് ചെയ്തിരുന്നു ഒരുപാട് പേരെ നമ്മൾ. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു മറുപടി കിട്ടിയില്ല. പിന്നെ നമ്മുടെ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോഴാണ് അതിന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെയാണ് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിന് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായിരുന്നു. എനിക്ക് സർവീസ് ചെയ്യാൻ അറിയായിരുന്നു, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ അറിയായിരുന്നു, പക്ഷേ മാനേജ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറേ ഭാഗപ്പെടലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വർക്കിലും എൻ്റെ മുന്നോട്ടുള്ള ബിസിനസ്സിലും അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷെ അത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കമ്പനിയായിട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്തത്. പക്ഷെ അവരൊക്കെ ഈ ഒരു ഫീൽഡിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടോന്ന് അറിയില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് വന്നില്ല. എല്ലാവരും ഓക്കെ എന്ന് പറയും, പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ബാക്കോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മനുവും വന്ന് നമ്മൾ സംസാരിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല. എന്ന് വെച്ചാൽ ഞാൻ അതിന് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ മിനിമം ഒരു 4-5 പേരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യം ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു ഡയറക്റ്റ് മീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് ബുദ്ധിമുട്ട് വന്നു. പക്ഷെ അവർ ഇതുപോലത്തെ ബിസിനസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ സർവീസിനെ കുറിച്ച് അവർ കൂടുതൽ ധാരണയില്ല എന്നുള്ള ലെവലിലോട്ട് വന്നു. പിന്നെ നിങ്ങൾ അത് ചെയ്തു. നമ്മളങ്ങനെ ഓരോ മാനേജ്മെൻറ്റായിട്ട് തിരിച്ചു. അങ്ങനെ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റി. കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ സർവീസ് കൊടുക്കാൻ പറ്റി. മാക്സിമം നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു ബിസിനസ് പഠിക്കാൻ വേണ്ടി എനിക്കുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നു. നമുക്ക് പണി അറിയാം, പണി ചെയ്യുന്നു, അങ്ങനെ പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതിന് ബിസിനസ് ലെവലിലോട്ട് മാറ്റിയത് നമ്മുടെ ഈ കമ്പനിയാണ്. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ സാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ RVS മോട്ടോ ഹബ് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ഒരു 25-26 ഇയേഴ്സ് ട്രഡീഷണൽ ഉള്ള ഒരു ബിസിനസ്സാണ്. സാറ് പാഷന്റെ പുറത്ത് ചെയ്യുന്ന ഒരു ബിസിനസ് കൂടിയാണ് അല്ലേ? അപ്പം ഈ ഒരു ബിസിനസ് നമ്മൾ കൺസൾട്ടിങ്ങിലേക്ക് വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും സാറിന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂസും കൺസൾട്ടിങ്ങിന് ശേഷം ഉണ്ടായിരുന്ന അതിന് കിട്ടിയ ഇമ്പാക്റ്റും സാർ എങ്ങനെയാണ് ഫീൽ ചെയ്യുക? എൻ്റെ സർവീസ് അല്ലെങ്കിൽ എൻ്റെ കഴിവ് അല്ലെങ്കിൽ എൻ്റെ ഇത്രയും കാലത്ത് അധ്വാനത്തെ എനിക്കൊന്ന് കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നമുക്കിതിനകത്ത് അണ്ടറിൽ കുറച്ച് കാര്യങ്ങൾ വന്നു. എനിക്കത് മാറി നിന്ന് എൻ്റെ സർവീസ് സെൻ്ററിനെ കാണാൻ പറ്റി. ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റി. നല്ല നല്ല ആൾക്കാരെ ഇതിനകത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി. ഇനിയും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്. കസ്റ്റമറിനെയും നമ്മുടെ സ്റ്റാഫുകളെയും ഒരു ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ അതില്ലായിരുന്നു. നേരത്തെ ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നത്, എവിടെ. ഇപ്പം ഇന്ന് ഓപ്പൺ ചെയ്ത് വണ്ടി വന്ന് പണിത് നാളത്തെ കേസ് നമുക്കൊരു ഐഡിയ ഇല്ല, പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത് നമ്മൾ ആദ്യം വന്ന സമയത്തും ഇപ്പം ഇതിൻ്റെ ഒരു എഫിഷ്യൻസി കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫീലാണ് എനിക്കുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതിൻ്റെ ഒക്കുപ്പൻസിയും കുറച്ച് അല്ലേ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ആൾക്കാർ വന്ന് വിളിച്ചു 4 മണിക്കൂർ ടോപ്പിക്ക് നമ്മൾ 2-3 മണിക്കൂർ വെച്ചാണ് ഫിനിഷ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് അത്രയും കുഴപ്പമില്ല. എൻ്റെ ജോലി അതിനേക്കാൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. താഴെ ഇതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു ഡിസ്റ്റർബൻസ് വരുന്നില്ല. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ കസ്റ്റമർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്, നമുക്ക് ഫ്രീ ആയി കുറേയൊക്കെ സ്ട്രീം ലൈൻഡ് ആയെന്നുള്ളതാണ് സാർ പറയുന്നത്. അപ്പോൾ ഇനി എൻ്റെ അടുത്തൊരു ചോദ്യം ചെയ്യുന്നത്, ഇപ്പോൾ ധാരാളം ഓൺടർപ്രണേഴ്സ് ഉണ്ട്, ബിസിനസ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്, മേ ബി സ്ട്രഗിൾ ചെയ്യുന്നതും ഇല്ലെങ്കിൽ ഇതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ധാരാളം ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് സാർ HSABയെ റെഫർ ചെയ്യുന്നുണ്ടോ? ഇപ്പം ഞങ്ങൾക്ക് ഈ ഫീൽഡാണല്ലോ, അവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ അറിയാം. പക്ഷേ ഇതിനെ ഒരു എന്താ പറയുക മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇതില്ല, ഒരുവിധപ്പെട്ട ചെറുകിട ബിസിനസ്സുകൾക്ക് അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കഴിവ് നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് വരും. അത് വന്ന് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ തന്നെ ഇതിൻ്റെ പിന്നാലെ നിന്ന് എന്ത് ചെയ്യണം, ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന അവസ്ഥയുള്ളൂ. പക്ഷേ ഇതുപോലത്തെ ഒരു കൺസൾട്ടൻസിയിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ബിസിനസ് ഇതുവഴി റൺ ചെയ്യുകയും ചെയ്യും. നമുക്ക് അതിൽ എന്താണ് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും. നമുക്ക് നമ്മുടെ ഫാമിലിയോട് കൂടി സ്പെൻഡ് ചെയ്യാനും പറ്റും. മറ്റേതാണെങ്കിൽ നമുക്ക് ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ടെൻഷനായിരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ ബിസിനസ് നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ നല്ല രീതിയിൽ പോവുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഫാമിലിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടും. ഈ ബിസിനസ്സിനെ വേറെ ലെവലിലോട്ട് മാറ്റാനും നമുക്ക് സമയവും സന്ദർഭം കിട്ടും. നല്ല നല്ല ആൾക്കാരെ നമുക്ക് നമ്മുടെ കൂടെ നിർത്താൻ പറ്റും. എല്ലാം പറ്റും. വെച്ചാൽ എന്തൊരു സാധനത്തിന് നമ്മൾ അതിനകത്ത് നിന്ന് കാണുന്നേക്കാളും നല്ലത് അതിനേക്കാൾ പുറത്ത് നിന്ന് അതിനോട് നോക്കുമ്പോഴേ അതിൻ്റെ ഒരു
ബ്യൂട്ടിയും അതിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് അതാണ് എനിക്കൊരു ബിസിനസ്സുകാർ ചെയ്യാൻ പോകുന്നു ചെയ്തുകൊണ്ടെങ്കിൽ നമുക്കത് പറയാനുള്ളത്. നമ്മളുണ്ടെങ്കിലേ ഇത് ഓടുള്ളൂ എന്ന ലെവലിലോട്ട് ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് അധികം നേരം ഓടാൻ പറ്റത്തില്ല. ബിസിനസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ നമ്മുടെ സ്റ്റാഫുകളും എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾ നല്ലൊരു കമ്പനിയോട് അസോസിയേറ്റ് ചെയ്ത് പോയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് ഞാൻ ഒരു 24 അല്ലെങ്കിൽ 23 വർഷത്തോളം ഈ ഒരു സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നടന്നപ്പോൾ ഞാൻ 100% ഒന്നും പറയുന്നില്ല, എങ്കിലും എനിക്ക് 100% ആക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. മനസ്സിലായി. ഇപ്പം സാർ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ലെവൽ ഓഫ് ഒരു സ്കെയിലപ്പിന്റെ ഒരു പ്ലാനിലേക്ക് കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കോൺഫിഡൻസ് സാർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനും അക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. അല്ല, നിങ്ങളിപ്പോൾ നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളോട് അന്വേഷിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു കാര്യം. ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് ഇവിടെ ചെയ്യുന്ന കൂടുതൽ ആൾക്കാർക്ക് ബിസിനസ് അറിയാതെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെതായ പാളിച്ചകളും കാണും. വരുമാനങ്ങൾ നല്ലതിൽ വരുന്നുണ്ടോ, അതെങ്ങനെ എവിടെ വിനിയോഗിക്കുന്ന അറിയാതെ കുറേ എക്സ്പെൻസ് വരുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ ഒരു ബിസിനസ് പഠിച്ച് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു കമ്പനിയെ നമ്മൾ അസോസിയേറ്റ് ചെയ്താൽ ബിസിനസ് നന്നായിട്ട് പോകും. നമ്മളും കുറച്ച് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയും സമയം നമ്മളോട് സ്പെൻഡ് ചെയ്ത് താങ്ക് യു സോ മച്ച്. അപ്പം RVS മോട്ടോ ഹബ് ആക്ച്വലി ഒരു എന്താ പറയുക വളർച്ചയുടെ പാതയിലാണ്. അപ്പം ഇനിയും ധാരാളം മുമ്പോട്ട് പോകാനുണ്ട്, ധാരാളം അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാനായിട്ടുള്ളത്. അതിൽ HSJBയുടെ ഒരു പാർട്ട്, അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും RVS മോട്ടോ ഹബിനും പ്രദീപ് സാറിനും ഫാമിലിക്കും എല്ലാ രീതിയിലുള്ള ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.